അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു അലാ സിറാത്തി ഇദാ മസല്ലത്തിൽ ഖദമു മൗലായ ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ മേൽ നമ്മൾ ഓതിയ മദ്ഹിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ കലന്തർ മസ്താൻ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ മഹാനുഭാവൻ്റെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അവിടുത്തെ മദതും തർബിയത്തും തണലും നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ അനീസ് മഹ്ലരി, മറ്റ് വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിത സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തിലായി ജീവിക്കുവാൻ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കലന്തർ മസ്താനിൻ്റെ 13ാമത്തെ ആണ്ട് നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വേദിയിൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഇപ്പോൾ ഈ സാധുവായ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മഹ്ലരി ബിരുദം സ്വീകരിച്ച് പരിശുദ്ധ ദീനിൻ്റെ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന 2 മഹ്ലരി പണ്ഡിതന്മാർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറിൻ്റെ വാതായനങ്ങളും തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഓടി നടന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റി, ചുക്കാൻ പിടിച്ച സ്റ്റേറ്റ് കമ്മിറ്റി, അതുപോലെ പ്രിയപ്പെട്ട അസീസ് മഹ്ലരി ഇരിങ്ങാവൂർ, അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെയൊക്കെ ത്യാഗം എടുത്തു പറയേണ്ടതാണ്. ഉറക്കമില്ലാതെ പ്രവർത്തിച്ചവരാണ്. അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാഴ്ചയിൽ കൂടുതലായി കാണും പുള്ളി വീട്ടിൽ പോയിട്ട്. അത്രത്തോളം വലിയ സേവനം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയുകയില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ മിനിറ്റുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കലന്തർ മസ്താനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് ശേഷം വരുന്ന പ്രിയപ്പെട്ട എൻ്റെ പണ്ഡിത സുഹൃത്തുക്കൾ പറയും. അതുപോലെ പൊതുസമ്മേളനത്തിൽ ഇൻഷാ അല്ലാ മഹാനുഭാവൻ്റെ ചർച്ചകൾ ഇവിടെ ഉണ്ടാകും. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, കാരണം സമയം അധികം നീട്ടാൻ പാടില്ല. എനിക്ക് ശേഷം ധാരാളം ഉസ്താദുമാർ അൽഹംദുലില്ലാ പ്രസംഗിക്കാനുണ്ട്. അതുപോലെ മഹാനായ സയ്യിദ് അവർകൾ നമ്മളെ ദുആ കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹു നല്ല കരുത്തും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാവുന്ന ഏറ്റവും വലിയൊരു സയ്യിദാണ്. അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ സമയമെടുത്തിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരോട് മാത്രം 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ വിരമിച്ചു കൊള്ളാം. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളിൽ അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ, ഒരു പെരുത്ത നന്മ ഇപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റും വിശ്വാസികളായവർക്ക്. ഒരാളിൽ അള്ളാഹു വലിയ നന്മ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്മകൾ ഒരാളിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പണി യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ ദീനിൽ അള്ളാഹു ഒരു പണ്ഡിതനാക്കും. അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ആ പണ്ഡിതന്മാർ എന്ന പറഞ്ഞതിൽ നമ്മളെയും സമൂഹം എണ്ണുന്നുണ്ട്. അള്ളാഹു ഇനി നമ്മളുടെ ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയ അറിവ് അത് പരിപോഷിപ്പിക്കണം, അത് വർദ്ധിപ്പിക്കണം. മഹ്ലരി സനത് എടുത്തെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അങ്ങായില്ല. നമുക്ക് സനത് തരുമ്പോഴേ ഏത് സ്ഥാപനത്തിൽ സനത് കൊടുത്താലും ഉസ്താദന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതുകൊണ്ടങ്ങ് എല്ലാം തികഞ്ഞു ഒന്നും ആരും ചിന്തിക്കരുത്. പിന്നീട് അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ ചോദിച്ചു കൊണ്ടിരിക്കണം. കിതാബ് മുതാല ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അറിവുകൾ നമ്മൾ ശേഖരിക്കണം. അതാണ് പണ്ഡിതന്മാരുടെ ബാധ്യത. എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരോട് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു, നമ്മൾ കൂടുതൽ കിതാബ് മുതാല ചെയ്യണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുക്തിവാദം, നിരീശ്വരവാദം, ആരിഫിനെ പോലെയുള്ള വൃത്തികെട്ട മനുഷ്യന്മാർ ഒരു ഭാഗത്ത് എക്സ് മുസ്ലിമായിട്ട്
മറ്റൊരു ഭാഗത്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന സംഘപരിവാറുമായിട്ട് തുരങ്ക സൗഹൃദമുള്ളവൻ. അവൻ ഇയാൾ പേരിൽ പറയുന്നത് യുക്തിവാദി എന്നാണ്. ഇയാൾ പറയുന്ന യുക്തിവാദിയാകുമ്പോൾ ചെയ്യേണ്ട പണി എന്താ? എല്ലാ മതങ്ങളെയും വിമർശിക്കണം. ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ കൂടെ അയാൾ ഹിന്ദു മതത്തെ വിമർശിക്കണം, അയാൾ ക്രിസ്ത്യ മതത്തെ വിമർശിക്കണം, അയാൾ സിഖ് മതത്തെ വിമർശിക്കണം. ദ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ലോകത്ത് ഏകദേശം 300-ലധികം മതങ്ങളുണ്ട് എന്നാണ്. എൻ്റെ വകയല്ല, ദ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മതങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഒരു സംഘടനയുണ്ട്. ആ പ്രകാരം ഈ രവിചന്ദ്രൻ പറയേണ്ടത് ഈ മതങ്ങളെ മൊത്തമാണ്. ഇയാളുടെ ഡ്യൂട്ടി ഇസ്ലാമിനെ ഇങ്ങനെ പരിഹസിക്കുക. പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇയാളും സംഘപരിവാറുമായിട്ട് വലിയ തുരങ്ക സൗഹൃദമെന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത്. തുരങ്ക സൗഹൃദം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഏതുമാകട്ടെ, ഞങ്ങളോട്ട് കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മഹല്ലരി പണ്ഡിതന്മാരോട് വിനയത്തോടെ, എനിക്ക് ആരെ ഉപദേശിക്കാനുള്ള ഒരു അറിവുമില്ല, ഒരു യോഗ്യതയുമില്ല. അതുപോലെ തന്നെ ഞാനിവിടെ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്നെക്കാൾ വലിയ അറിവുള്ള പണ്ഡിതന്മാർ സദസ്സിലിരിപ്പുണ്ട്. പിന്നെ വേദിയുടെ മര്യാദയ്ക്ക് ഞാൻ കയറിയിരിക്കുന്നു എന്നല്ല, വേറൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഉപദേശിക്കാനൊന്നും അർഹതയൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നമുക്കൊരുപാട് ജോലിയുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് ഡ്യൂട്ടിയുണ്ട്. നമ്മൾ മുൻകാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉസ്താദന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അതാത് മഹല്ലുകളിൽ പറഞ്ഞു കൊടുത്ത് അത്യാവശ്യം ഒളുവിൻ്റെ മസ്അല, നിസ്കാരത്തിൻ്റെ മസ്അല ഇതൊക്കെ പറഞ്ഞു കൊടുത്തങ്ങ് പോകാമായിരുന്നു, അല്ലെങ്കിൽ മദ്ഹബുകളെ കുറിച്ച്. ഇന്നിപ്പോൾ അത് പോരാ. ഇന്ന് അതല്ല മുഹിമായ വിഷയം. അത് മുഹിമായ വിഷയം തന്നെ. പക്ഷേ ഓരോ നാട്ടുംപുറങ്ങളിലും അതല്ല. യുക്തിവാദമാണ്, നിരീശ്വരവാദമാണ്, ലിബറലിസമാണ്, ഇത്തരത്തിലുള്ള ആളുകളാണ്. പിന്നെ ബിദ്അകളാണ്. ഇവരെയൊക്കെ നേരിടാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കണം എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ രംഗത്ത് നിലനിർത്തി. പിന്നീട് നമുക്ക് അല്ലാഹു ചെയ്ത ഭാഗ്യമാണ് മഹ്ദറത്തുൽ ഖാദിരിയ. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ പുരാതനമായ കലാലയത്തിൽ നിന്നും ഔസുൽ ആലമിൻ്റെ ചെറുമോൻ സ്ഥാപിച്ച മഹത്തായ മഹ്ദറത്തുൽ ഖാദിരിയ, അവിടെ നിന്നിട്ട് ഒരു മഹ്ലരി ബിരുദം നമുക്ക് നേടാൻ സാധിച്ചു. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. ഇതാരും ചെറുതായിട്ട് കാണരുത്. നേരത്തെ ഇവിടെ സ്വാലിഹ് മഹ്ലരി പറഞ്ഞതുപോലെ ബിദ്അകൾ, ഇന്നിപ്പോൾ ബിദ്അകൾ പല രീതിയിലും പല പണ്ഡിതന്മാരെയും കേരളത്തിൽ വലിയ വലിയ സനദിൻ്റെ ഉടമകളെയൊക്കെ കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഒരൊറ്റ മഹ്ലരിമാരും 150 ഏകദേശം 160 വർഷം പിന്നിടുമ്പോൾ ഒരൊറ്റ മഹ്ലരിമാരും ബിദ്അകളുമായിട്ട് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മൾ പ്രത്യേകം സ്മരിക്കണം. അത് നമ്മളുടെ പവറല്ല, അത് ഗൗസുൽ ആലം തങ്ങളുടെ പവറാണ്. കാരണം അവിടുത്തെ പേരിലാണ് ഈ ബിരുദം. അത് അവിടുന്നാണ് അത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരിമാരോട് മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ ആയത്തുകളും ഹദീസുകളുമൊക്കെ ശരിക്കും കാലഘട്ടത്തിനനുസരിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയിലെ ടെക്സാസിൽ 1998 ടെക്സാസിൽ, അമേരിക്കയിലെ ടെക്സാസിൽ സംഘടിപ്പിച്ച വേൾഡ് വിമൻ കോൺഫറൻസ്, ലോക സ്ത്രീകളുടെ സമ്മേളനം, അതിൽ ഹിലാരി ക്ലിൻ്റൺ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച് വിരമിച്ചു പോയ ഹിലാരി ക്ലിൻ്റൺ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റിൻ്റെ വൈഫ്, അവര് വിശുദ്ധ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ സംഘടിപ്പിച്ച സ്ത്രീകളോട് പറഞ്ഞത്, ദ ഖുർആൻ ഈസ് ദ കീ ഓഫ് സീക്രട്ട് ഓഫ് വേൾഡ്. പെണ്ണുങ്ങളെ, ഈ ഖുർആൻ, എൻ്റെ കയ്യിലിരിക്കുന്ന ഖുർആൻ എന്തെന്നറിയുവോ? നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ഗാലക്സികളെക്കുറിച്ച്, നിങ്ങൾക്ക് മലകളെക്കുറിച്ച്, ജീവശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ കീ അതാണ് ഖുർആൻ. അതാണ് ഖുർആൻ. ആരാ പറഞ്ഞത്?
ഹിലാരി. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആൻ നമ്മളോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിൽ നമ്മളൊക്കെ ഓതി എന്തേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരോട് ഞാൻ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇത് ഓതുന്നതാണ്, നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഖുർആൻ പറഞ്ഞത് ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉസ്താദുമാരെ, എന്തൊരു പ്രഖ്യാപനമാണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മളോട് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ലോകത്ത് പലരും നമ്മൾക്ക് നേരെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ലതുബ്ലവുന്ന, അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഇത്. ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മഹദരി പണ്ഡിതന്മാരെ നമുക്കുണ്ട്. ജനങ്ങളോട് പറയണം. ഇന്നിപ്പോ മുസ്ലിങ്ങളൊക്കെ അസ്വസ്ഥനാണ്. ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ കൊന്നൊടുക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ, പാകിസ്ഥാന്റെ, താജിക്കിസ്ഥാന്റെ, ഡെർക്കമിനിസ്ഥാന്റെ, ഉസ്ബെക്കിസ്ഥാന്റെ, കസാക്കിസ്ഥാന്റെ, ഇറാഖിന്റെ, ലിബിയയുടെ, സുഡാന്റെ, തുർക്കിയുടെ, അൾജീരിയയുടെ, നൈജീരിയയുടെ, അൽബേനിയയുടെ, പലസ്തീന്റെ, കൊസോവയുടെ നെഞ്ചത്ത് നിരവധി മുസ്ലിങ്ങൾ അണുവായുധ, ജൈവായുധ, രാസായുധ വിസ്ഫോടനം നടത്തി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കൊന്നിട്ടുണ്ട് എങ്കിൽ ഇറാഖിൽ മാത്രം 5 ലക്ഷം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 5 ലക്ഷം ആളുകളെയാണ് സാക്ഷാൽ ബ്രിട്ടനും അമേരിക്കയും കൊന്നത്. ആരെയാണ് കൊന്നത്? നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തെ. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്തും ഫലസ്തീനിന്റെ മണ്ണിൽ അതാ അള്ളാഹുവെ നൂന്നുപോലും നിൽക്കാൻ പറ്റാതെ, കല്ല് വെച്ച് കെട്ടിയിട്ടും നൂന്ന് നിൽക്കാൻ പറ്റാതെ, വിശപ്പിന്റെ വെളിയാളവുമായിട്ട് ഒരിറുക്ക് വെള്ളം കിട്ടിയിരുന്നെങ്കിലോ, ഒരു മണി ഭക്ഷണം കിട്ടിയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു വണ്ടിയോ മറ്റോ കണ്ടാൽ ഓടി വരുന്ന ആ പാവപ്പെട്ട പലസ്തീനികളെ അതിക്രൂരമായിട്ട് ഇസ്രയേലിലെ ചെന്നായിക്കൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള കൊടും ഭീകരമായി കൊല ചെയ്യപ്പെടുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിതന്മാരെ, അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലതുബ്ലവുന്ന, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫീ അൻഫുസികും, മുസ്ലിങ്ങളെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ കൊല്ലും, നിങ്ങളെ കൊന്നൊടുക്കും, തലയറുക്കും, കൊടലറുക്കും, ക്രൂരമായി കൊല്ലും. നിങ്ങൾ ചിന്തിക്കണം. ലതുബ്ലവുന്ന, ഞാൻ പണ്ഡിതന്മാരടുത്താ പറയുന്നത്. അതിൻ്റെ താക്കീതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും. ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്ത്. ലോകത്ത് മുഴുവനും നിങ്ങളെ നിഷ്കരണം കൊല ചെയ്യും, അതിനെ ന്യായീകരിക്കും. അത് ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തും. നിങ്ങൾ അന്തരം വിഷമിക്കും, നിങ്ങൾ ആകപ്പാട് ദുഃഖിതനാകും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തേ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പാവപ്പെട്ട ഫലസ്തീനികളെ കൊല്ലുന്ന ഒരു കേസുമായിട്ട് ഫ്രാൻസോ അല്ലെങ്കിൽ പോകട്ടെ പിന്നെ മറ്റ് റഷ്യയോ ഒരു മെമ്മോറാണ്ടവുമായിട്ട് സെക്യൂരിറ്റി കൗൺസിലിൽ, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റോ ചെയ്തു. 100 കണക്കിന് വീറ്റോ. ആർക്കു വേണ്ടി? പാവപ്പെട്ട പലസ്തീനികളെ കൊല്ലുന്ന ഇസ്രയേലിന് വേണ്ടി. എനിക്ക് സംസാരിക്കാൻ അധികം സമയമില്ല, അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് എന്ത് നീതിയാണുള്ളത്. ഇൻഷാ അല്ലാഹ് തീറ്റയും കൂടി അത് നടക്കും. ഞാൻ പറയുന്നത് ഗവനിക്കണം, അതിനകത്തും ശ്രദ്ധ പോകരുത്. വീണ്ടും ഞാൻ ഓർപ്പെടുന്നു. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ മുതലിൽ പരീക്ഷിക്കപ്പെടും. നമുക്കറിയാം എന്തിന് ഇറാഖികളെ കൊന്നു. 5 ലക്ഷം ഇറാഖികളെ എന്തിനാ കൊന്നത്? മഹ്ലരി പണ്ഡിതന്മാർ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വിഭവ സ്രോതസ്സായ എണ്ണയുടെ വിശാലമായ പാടങ്ങൾ എവിടെയാ ഉള്ളത്? ഷബീർ മഹ്ലരി പറയട്ടെ, എവിടെയാണുള്ളത്?
ഇറാഖിന്റെ ഓരങ്ങളിലാ. ആ എണ്ണയ്ക്ക് വേണ്ടിയാണ് കൊന്നൊടുക്കിയത്. ലോകത്ത് ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ മുമ്പന്തി നിൽക്കുന്നത് ഇറാഖായിരുന്നു. എവിടെ ഇറാഖിന്റെ സംസ്കൃതി തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് 5 ലക്ഷം ആളുകളെ കൊന്നു. മുതലിന്റെ പ്രശ്നമാ. എണ്ണയാണ് ലോകത്ത്. എണ്ണയില്ലെങ്കിൽ ഒന്നുമില്ല. ഈ മൈക്ക് പോലും ഇവിടെ ചലിക്കില്ലല്ലോ. ഇവിടുത്തെ ജനറേറ്ററുകൾ പ്രവർത്തിക്കണമെങ്കിൽ അറബിയുടെ എണ്ണ വേണ്ടേ ഉസ്താദെ? എണ്ണയില്ലെങ്കിൽ ഇവിടുത്തെ ജനറേറ്റർ പ്രവർത്തിക്കില്ല. അപ്പൊ പിന്നെ ഇന്ത്യയിൽ കറണ്ടില്ല. അപ്പൊ പച്ചോളത്തിൽ നിന്നാണ് നിങ്ങൾ വിചാരിക്കും. അത് പച്ചോളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ജനറേറ്റർ പ്രവർത്തിക്കാൻ പച്ചോളത്തിൽ പ്രവർത്തിക്കില്ലല്ലോ. എണ്ണ വേണ്ടേ? ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എണ്ണയാണ്. നിങ്ങളുടെ മുതലിൽ ക്രൂരമായി നിങ്ങളെ പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പോരാ, ഇനി കേട്ടോണേ, പോരാ, തീർച്ചയായും നിങ്ങൾ കേൾക്കേണ്ടി വരും. മിനല്ലദീന ഊതുൽ കിതാബ വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ. നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവർ ആരാണത്? ക്രൈസ്തവർ. പിന്നാരാണ്? ജൂതന്മാർ. അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ. ഇന്ത്യയിലെ സംഘപരിവാറിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്ത് കേൾക്കേണ്ടി വരും? അദൻ കസീറ. പന്നി പെറുന്നത് പോലെ പെടുന്നു. ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് ഞാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ സംസാരിക്കുമ്പോ മഹത്തായ മലപ്പുറം, ചരിത്രമുറങ്ങുന്ന മലപ്പുറത്തെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് മനുഷ്യന്റെ കോലമുള്ള ജന്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെക്കുറിച്ച് ഏറ്റവും വലിയ സൗഹൃദം, അക്ഷരസുന്ദര സാക്ഷരത, കേരളത്തിൽ സ്നേഹത്തിന്റെ 100 മേനി വിളയിച്ച മലപ്പുറം. ആ മലപ്പുറത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പന്നി പെറുന്നത് പോലെ പെറ്റുകൂട്ടുന്നു. പ്രസംഗിക്കുന്നത് കേട്ടില്ലേ മഹലരിമാരെ? നിങ്ങൾ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്നു. ആർക്കെതിരെയും കേസില്ല. നിങ്ങൾ ചിന്തിച്ചു, തീർച്ചയായും നിങ്ങൾ കേൾക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് അടിവരയിട്ട് പഠിപ്പിച്ചു തരികയാ. കണ്ടോ എത്ര. അതുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണം. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ മഹല്ലരി പണ്ഡിതന്മാരെ, ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ഖുർആൻ ആഴത്തിൽ ചിന്തിക്കണം, പഠിക്കണം. ആധുനിക ലോകവുമായിട്ട് ഖുർആൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. The age for the Vedas and Puranas in go. No, the Quran is the only book to guide the world. പഞ്ചാബിന്റെ ജലണ്ടറിൽ നിന്നുകൊണ്ട്, ഇന്ത്യ രാജ്യത്തെ പഞ്ചാബിലെ ജലണ്ടറിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഉയർത്തിപ്പിടിച്ചിട്ട് സാക്ഷാൽ സിഖ് മതത്തിന്റെ അധ്യക്ഷൻ ഗുരുനാനാക്ക പറഞ്ഞത്, ലോകത്ത് പുരാണങ്ങളും വേദങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനി അതിന് പ്രസക്തിയില്ല, ഖുർആനിന് മാത്രമേ ശോഭന ഭാവിയുള്ളൂ എന്ന് പറഞ്ഞത് സാക്ഷാൽ സിഖ് മതത്തിന്റെ അധ്യക്ഷനായ ഗുരുനാനാക്കാണെങ്കിൽ, എൻ്റെ മുസ്ലിം എൻ്റെ പ്രിയപ്പെട്ട മഹല്ലരി പണ്ഡിതന്മാരെ, നമ്മൾ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി പ്രഭാഷണമാണ് ഹാഫിദ് ഷബീർ മഹല്ലരി അഞ്ചാരമൂട്.